ഈ ദിവസങ്ങളിലെ ഗോസ്പലിൽ ഈശോ ഫരിസേരെ നിയമജ്ഞരെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ ഈശോ അവരെ വഴക്ക് പറയുമ്പോൾ അതെന്തിന് ഈശോ അവരെ വഴക്ക് പറഞ്ഞെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അവിടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞ പ്രവാചകന്മാർക്ക് വേണ്ടി ഇവർ സ്മാരകങ്ങൾ പണിതു, കല്ലറകൾ പണിതു. അതിനെന്തിനാ ഇവരെ വഴക്ക് പറയുന്നത്? നല്ല കാര്യമില്ല. അവരുടെ അപ്പന്മാർ ചെയ്ത തെറ്റിനെ തിരുത്തിക്കൊണ്ട് മക്കൾ അവരെ ആദരിക്കുന്ന നല്ല കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്തിനാ ഈശോ അവരെ വഴക്ക് പറഞ്ഞേ? കാരണം ഈശോക്ക് അവരുടെ മനസ്സ് കാണാൻ പറ്റുമായിരുന്നു. ഇവരിങ്ങനെ കല്ലറകൾ പണിയും ഇവരെന്താ പറയുന്നത്? ഞങ്ങളുടെ അപ്പന്മാരെ പോലെയല്ല. ഈ കാലഘട്ടത്തിലാണ്, ഞങ്ങളുടെ സമയത്താണ് പ്രവാചകന്മാർ വരുന്നതെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നുകളില്ലായിരുന്നു, അവരെ ആദരിച്ചാൻ, അവർ പറഞ്ഞ് ഞങ്ങൾ കേട്ടാൻ. അപ്പോൾ ഇവർ പ്രകടമായിട്ട് അവരുടെ അപ്പന്മാരെ തള്ളി പറയാണ്. പിന്നെ ഈശോയ്ക്ക് ഇവരുടെ മനസ്സ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പ്രവാചകനല്ല, ദൈവത്തിൻ്റെ മകൻ തന്നെയാണ് അവരുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈശോയുടെ അവരെങ്ങനെ പെരുമാറിയത്? ഈശോയുടെ അവരെങ്ങനെ